വൻ ട്വിസ്റ്റുമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിലെ ഇന്നലെ പറഞ്ഞിരുന്ന മിഡ് വീക്ക് എവിക്ഷൻ ഇല്ല എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതൊരു മിഡ് വീക്ക് എവിക്ഷൻ അല്ല, പകരം മിഡ് വീക്ക് സസ്പെൻഷനാണ്. അതായത് മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് 6 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ 2 പേര് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നില്ല. പകരം ബിഗ് ബോസ് വീടിൻ്റെ ഒരു പരിസരത്ത് തന്നെ താമസിക്കും. പക്ഷേ അവർ ആ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സീക്രട്ട് റൂമല്ല, സീക്രട്ട് റൂമിൽ ക്യാമറയും മൈക്കും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇവർ താമസിക്കുന്ന റൂമിൽ ക്യാമറയോ ഒന്നുമില്ലാത്ത, ആരോടും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ അവർ താമസിക്കും. അതായത് ഒരു അജ്ഞാതവാസം. എത്ര ദിവസമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു അജ്ഞാതവാസത്തിന് ഈ ഒരു 2 പേര്, മത്സരത്തിൽ തോക്കുന്ന 2 പേര് താമസിക്കും എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതൊരു വൻപൻ ട്വിസ്റ്റ് ആയിപ്പോയി. 2 പേര് ഈ ആഴ്ച വീടിന് പുറത്തേക്ക് പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് പറയുന്നത് അതൊരു സസ്പെൻഷൻ ആണ് എന്ന്. ഇപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിലേക്ക് സെലക്ട് ചെയ്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് അവിടെ നടക്കാൻ പോവുകയാണ്. ടാസ്കിന് വേണ്ടിയിട്ട് മിഡ് വീക്ക് എവിക്ഷനിൽ നിൽക്കുന്നവരെ സഹായിക്കാനായിട്ട് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരെ വെച്ച് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം ടാസ്ക് നടക്കും. അങ്ങനെ 2-3 ടാസ്ക് ഉണ്ടായിരിക്കും. ആ ഒരു ടാസ്കിൽ ഏറ്റവും പുറകിൽ വരുന്ന 2 പേര് അജ്ഞാതവാസത്തിന് തയ്യാറാകേണ്ടി വരും. ഇതാണിപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.